ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മളിന്നത്തെ അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഡോർ ക്ലോസ് ചെയ്തേക്കാം, പുറത്ത് നല്ല സൗണ്ട് ആയിരിക്കും. അപ്പം നമ്മുടെ അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, അപ്പം എൻ്റെ ഒരു ആഗ്രഹം വരുന്നുണ്ട് റൂമൊന്നും എല്ലാവരെയും കാണിച്ചു തരണമെന്ന്. ഞാൻ ഒന്ന് സ്പീഡിൽ കാണിച്ചു തരാം, എന്ന് വെച്ചാൽ എല്ലാം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാതെ. ഏറ്റവും കണ്ടു നിങ്ങൾ എല്ലാം കണ്ടു. അപ്പം നമുക്ക് തുടങ്ങിയാലോ. നമ്മുടെ ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ ഇടുന്നെങ്കിൽ എല്ലാവരും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. അപ്പം നമുക്ക് നമ്മുടെ റൈറ്റിൽ നിന്ന് തുടങ്ങണോ ലെഫ്റ്റിൽ നിന്ന് തുടങ്ങണോ? പറ, എവിടെ നേരം തുടങ്ങാം. നമുക്ക് ലെഫ്റ്റ്. ശിവാനോട് ലെഫ്റ്റ് ചെയ്യുന്നു. അപ്പം നമ്മുടെ ഡോറ് ഇതാണ്. ഡോറിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ടാണ് നമ്മുടെ ചെറിയൊരു വോള് വന്നിട്ടുണ്ട്. ഇത് നമ്മൾ പെയിൻ്റ് ഒന്നും അടിച്ചിട്ടില്ല, നമ്മളെല്ലാം ഒന്ന് എക്സ്ചേഞ്ച് ചെയ്തു, അല്ലാതെ പെയിൻ്റ് ഒന്നും വലുതായിട്ട് അടിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ ഇത് ഞാൻ പണ്ടോ ക്യാൻവാസ് ഹോം മെയ്ഡായിട്ട് ചെയ്തിട്ട് ഞാൻ വീട്ടിൽ വരച്ചതാണ്, മിനി ക്യാൻവാസ്. അപ്പോൾ അതിൻ്റെ ഒന്നും വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിൻ്റെ ഒന്നും വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നില്ല, അതൊന്നും നമുക്ക് ഈ ചാനലൊന്നും പറയുന്നത് ഇല്ലായിരുന്നു. സോ അപ്പം നമ്മൾ ഓരോരോ വീഡിയോ, ക്രാഫ്റ്റ് വീഡിയോ, ആർട്ട്, ഡേ ഇൻ മൈ ലൈഫ്, ടൂർ പോകുന്നത്, അങ്ങനെയൊക്കെ വീഡിയോ ഒക്കെ കുറേ വരുന്നതായിരിക്കും എല്ലാമേ. സോ അപ്പം ഇതിവിടെ വന്നിട്ടുണ്ട്. പിന്നെ കൊച്ചിത്തിരി ഇതാണ്. അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് നമ്മളൊരു ചെറിയൊരു കണ്ണാടി വെച്ചിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ, എന്നെ കാണിക്കും കുട്ടി, നിന്നെ കാണുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ, നമുക്ക് എവിടെയും പോവുകയാണെങ്കിൽ ഇപ്പം ഒരാൾ അതിൻ്റെ മണ്ടക്ക്, പിന്നെ നമ്മുടെ ഹാളിൽ ഒരെണ്ണമുണ്ട്, നമ്മൾ ഹോം ടൂർ ചെയ്യുന്നതായിരിക്കും. പിന്നെ ശിവാനിയുടെ അമ്മയുടെ റൂം, ശിവാനിയുടെ റൂമിൽ ഒരെണ്ണമുണ്ട്, പിന്നെ നമ്മുടെ ഇവിടെ ഒരെണ്ണമുണ്ട്. അത് നമ്മൾ കാണിക്കാം. സോ അപ്പം അതിനാണ് ഈ ഒരു ക്യാമറയിൽ കണ്ണാടി ഇവിടെ വെച്ചിരിക്കുന്നത്. ഞാൻ പറഞ്ഞത് നമ്മളിവിടെ പെയിൻ്റൊന്നും അടിച്ചിട്ടില്ല. നമ്മുടെ കുറച്ച് പിക്ചേഴ്സൊക്കെ നമ്മളിവിടെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് അടുപ്പിച്ച് സാധനങ്ങളൊക്കെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ കുറച്ച് ഡ്രോയിങ്സ് ഒക്കെ ഉണ്ട്, അതൊക്കെ നമ്മൾ കാണിക്കാം. ഓരോരോ വഴി കൂടെ നമ്മളിങ്ങനെ കാണിക്കാം. പിന്നെ വന്നിട്ട് ഇത് പണ്ടൊക്കെ വരെ ശ്രദ്ധിക്കണ്ട, നമ്മൾ ഒതുക്കിയില്ലായിരുന്നു. കേട്ടോ, നമ്മൾ വലുതായിട്ടൊന്നും ഒതുക്കിയിട്ടുണ്ടായിരുന്നില്ല. ഇന്ന് പെട്ടെന്നൊന്ന് എമർജൻസി വന്നപ്പോൾ എല്ലാം കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും കുളവാക്കി ഒന്ന് സെറ്റ് ചെയ്ത്. നെക്സ്റ്റ് നമ്മൾ വന്നിട്ട് ഇവിടെ നമ്മളുടെ സ്വിച്ച് ബോർഡാണ്. സ്വിച്ച് ബോർഡിനെ കൊണ്ട് ഞാൻ പണ്ടൊക്കെ വരച്ചിട്ടുള്ള കുറച്ച് പടങ്ങളാണ്. ഇതെന്തോന്നറിയാമോ, നമ്മുടെ ഫാനിൻ്റെ സ്പീഡ് കുറക്കുന്ന സാധനമാണ്. അപ്പം ഞാൻ അതിൻ്റെ അകത്ത് കൊച്ചിയിലെ അല്ല, കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഞാൻ ഒരു സ്റ്റിക്കർ ഇവിടെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. സൂം ചെയ്ത് കാണിക്കാൻ, അടി കാണിച്ചു കൊടുക്കുക. കണ്ടു, നമ്മുടെ ഇതാണ് ഗൈസ്, കുറക്കുന്നതും കൂട്ടുന്നതാണ്. അതിന് പറ്റിയൊരു സ്റ്റിക്കർ, മറ്റേ ഉള്ളിൽ നിന്നൊക്കെ മറ്റേ സംഭവം വെച്ച് നോക്കുന്ന ആ ഒരു സ്റ്റിക്കറാണ് ഞാൻ ഇവിടെ ഇട്ടിച്ചിരിക്കുന്നത്. നല്ല രസമാണ്, ഭയങ്കര സ്മൂത്തായിട്ട് പോകും. സോ ഇനി ഫാൻ പിടിച്ച് കളിക്കട്ടെ, ഫാൻ ഇങ്ങനെ കിടക്കുക തന്നെ വീട്ടിൽ. സോ അതാണ് അവിടെ വന്നിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ മണ്ടൊക്കെ നമ്മുടെ കുറച്ച് അൽക്കുളത്തെ സാധനം, ഹെൽമെറ്റ്, സ്പ്രേ, പിന്നെ നമ്മുടെ ഫോട്ടോ, അങ്ങനത്തെ കാര്യങ്ങളാണുള്ളത്. അലമാരി കാണിക്കണോ? അലമാരി. അപ്പം ഇതാരും ശ്രദ്ധിക്കണ്ട ഗേൾസ്, ജീൻസ് ഇത്തിരി വലുതാണ്. സോ ജീൻസ് ഇത്തിരി വലുതാണ്, അതുകൊണ്ട് ജീൻസ് ഇത്തിരി വലുതാണ്. ഓക്കെ ഗൈസ്. അപ്പം ഇവിടെയാണ് നമ്മുടെ മേക്കപ്പ് ഏരിയ. എൻ്റെ ഫേവറേറ്റ് പൊസിഷനാണിത്. ഇതിൽ വന്നിട്ട് സൂം ചെയ്ത് കാണിച്ചാൽ ഇവിടെ വന്നിട്ട് എൻ്റെ കുറച്ച് ഹെയർ ആക്സസറീസ്, പിന്നെ കയ്യിലും കഴുത്തിലും ബുഷ്, അങ്ങനെ കയ്യിലും കഴുത്തിലും കാലിലൊക്കെ ഇടുന്നതും, ബുഷ്, ക്ലിപ്സ്,
അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ ഒരു സെക്ഷനിൽ വന്നത്. പിന്നെ വന്നിട്ട് നമ്മുടെ ഒരു അപ്പോൾ ഇത് നമ്മുടെ ഐ ഷാഡോ പാലറ്റ്. പിന്നെ ഇതിൽ കുറച്ച് കയ്യിലിരുന്ന സാധനങ്ങൾ, കമ്മൽ, കുറച്ച് സാധനങ്ങൾ. ബാക്കിയൊക്കെ നമ്മളുടെ വേറൊരു ബാഗിലായിട്ടാണ് ഇരിക്കുന്നത്. നമ്മൾ കാവാലത്തിനൊക്കെ ഒന്ന് പോയായിരുന്നു, ടൂറല്ല അടിയന്തരത്തിനൊക്കെ പോയായിരുന്നു. അപ്പം നമ്മൾ ഇട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ മേക്കപ്പ്, പിന്നെ ഹെയർ ആക്സസറീസ്, പിന്നെ എൻ്റെ ലിപ്സ്റ്റിക് ബാഗ്, അങ്ങനെയാണ്. പിന്നെ ഇവിടെ ഡ്രസ്സാണ്, ഇത് ഞാൻ വലുതായിട്ട് കാണിക്കുന്നത്. നെക്സ്റ്റ് താഴത്തോട്ട് പോകാം. അപ്പോൾ ഗൈസ്, നമ്മളുടെ ഈ ഒരു മൂന്നാമത്തെ ഡ്രോയിൽ എന്താണെന്ന് വെച്ചാൽ മൈ മേക്കപ്പ് റൂം സ്പോട്ട് എന്ന് എഴുതി വെച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അത് മേക്കപ്പ് സാധനങ്ങൾക്ക് ഞാൻ ഇവിടെ ആയിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു ചെറിയൊരു സ്റ്റോറിയാണ്. ശിവാനിക്ക് 1 വയസ്സായപ്പോഴൊന്നും കുഴപ്പമില്ല, 2 വയസ്സായപ്പോൾ കുഴപ്പമില്ല, 3 വയസ്സ്, അതായത് ഈ വർഷം ഇവൾക്ക് 3 വയസ്സായപ്പോൾ തൊട്ട് ശിവാനി ഓരോരോ സാധനങ്ങൾ ഇങ്ങനെ എടുത്തുകൊണ്ട് പോയി. അങ്ങനെയാണ് എൻ്റെ സാധനങ്ങളൊക്കെ തീർന്നത്. ഓരോന്നും ഇങ്ങനെ എടുത്തുകൊണ്ട് പോയി. അപ്പോൾ എനിക്കിതാണ് തൂക്കാൻ നോക്കിയിട്ട് തൂക്കാൻ പറ്റുന്നത്. അത് ഞാനിപ്പോൾ മുകളിലോട്ട് എഴുതി. എന്നിട്ട് അവിടെ ഇരുന്ന് സ്റ്റഡി തിങ്സൊക്കെ ഞാൻ ഇങ്ങോട്ട് വെച്ചു. സ്കൂൾ തുറക്കാൻ പോണേ ബാക്ക് ടു സ്കൂൾ ഷോപ്പിംഗ് വീഡിയോ ഞാൻ പറ്റുമെങ്കിൽ എടുക്കും, ഇല്ലെങ്കിൽ സപ്ലൈസ് കാണിച്ചു തരും, അൺബോക്സിങ് വീഡിയോ എടുക്കാം കേട്ടോ. സോ അപ്പോൾ നമ്മളിപ്പോൾ സ്കൂളിലേക്ക് വേണ്ട കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഇവിടെ വെച്ചിട്ടുള്ളൂ. നമുക്ക് ഇത് ട്യൂഷൻ ബുക്സ് ആണ് കേട്ടോ. പിന്നെ ഒരു എലിഫൻ്റ്, സ്ഥലമില്ലാതെ ഞാൻ വെച്ചത്. പിന്നെ താഴത്ത് തന്നെ ക്രാഫ്റ്റ് ആർട്സ് പഴയ ഒരു മിനിറ്റ് ഗൈസ്, ഇതൊക്കെയാണ് അവിടെ ഇരിക്കുന്നത്. സോ അപ്പം നമുക്ക് അലമാരി ക്ലോസ് ചെയ്താലോ. അപ്പോൾ ഗൈസ് നെക്സ്റ്റ് സൈഡിലോട്ട് നോക്കിയാൽ അപ്പോൾ ഹ്യൂജായിട്ട് കണ്ണൊക്കെ ചൊറിയും ഗൈസ്. അപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ സൈഡിൽ വന്നിട്ട് കൊട്ടിച്ചു വെച്ചിട്ടാണ്. എന്താണെന്ന് വെച്ചാൽ എൻ്റെ ID കാർഡ് പെട്ടെന്നൊന്ന് കാണിക്കും. എൻ്റെ കൊച്ചിലത്തെ ഫോട്ടോ ആണ്. സ്പൂൺ ചെയ്ത് അത്ര മതി ഗൈസ്. ഇപ്പം തന്നെ മര്യാദയ്ക്ക് കണ്ട് കാണുമായിരിക്കും ചിലപ്പോൾ. ഞാൻ വീഡിയോ നോക്കട്ടെ. സോ ഗൈസ് കം ഓൺ. നെക്സ്റ്റ് വന്നിട്ട് നമ്മുടെ ഒരു വലിയ അലമാരി ഉണ്ട്. ഇങ്ങോട്ട് നീങ്ങുന്നു, വലിയൊരു അലമാരി. സോ ഇതിൻ്റെ അകത്ത് നമ്മൾ തുറക്കുന്നില്ല, എന്താണെന്ന് വെച്ചാൽ അച്ഛൻ്റെയും അമ്മയുടെയും കുറച്ച് സംഭവങ്ങളാണ്. സോ നെക്സ്റ്റ് വന്നിട്ട് നമ്മുടെ ഇവിടെ ഒരു കണ്ടു കാണുന്നത്. നെക്സ്റ്റ് വന്നിട്ട് നമ്മുടെ ഒരു ടേബിൾ ഫാനല്ല, എന്തോ ഒരു കൊച്ചു ഫാനുണ്ട്. നമ്മൾ ഈ കസേരയാണ് വെച്ചിരിക്കുന്നത്. എന്താ വെച്ചാൽ നമ്മൾ മുകളിൽ വെച്ച് നമുക്ക് ചിലപ്പോൾ കാറ്റ് കിട്ടത്തില്ല, അതാണ് നമ്മൾ അവിടെ വെച്ചിരിക്കുന്നത്. പിന്നെ നമ്മൾ രാവിലെ മൂടിയിട്ടും. എന്താണെന്ന് വെച്ചാൽ ശിവാനി ഇവിടെ സീനാണ്. അത് ഇതുവരെയായിട്ടും അവളുടെ കണ്ണിൽ പെട്ടിട്ടില്ലെന്ന് തോന്നുന്നു. അങ്ങനെ മൂടിയിടും. സോ നെക്സ്റ്റ് സൈഡ് എന്ന് വെച്ചാൽ ദിസ് ഈസ് മൈ വേൾഡ്. ഇവിടെ വേറെന്തോ ഒരു സാധനമുണ്ട്, അത് നിങ്ങൾ നോക്കണ്ട. മിക്സറാണ്. സോ ഇവിടെ നമ്മുടെ കുറച്ച് സ്റ്റഡി ഏരിയ. അപ്പം ഇതിന് നമ്മുടെ ഒരു ഫുൾ വീഡിയോ നമ്മൾ വരുന്നതായിരിക്കും. ഇതാണ് എൻ്റെ സ്റ്റഡി ഏരിയ. ഇതാണ് നമ്മുടെ സ്റ്റഡി ഏരിയ. അപ്പം ഇതിൻ്റെ ഒരു ഫുൾ വീഡിയോ നമ്മുടേത് വരുന്നതായിരിക്കും. നമ്മൾ മേക്ക് ഓവർ ചെയ്യുന്നത്. സോ നെക്സ്റ്റ് സ്ഥലത്തോട്ട് പോകാം. സോ ഗൈസ്, നിങ്ങൾക്കൊരു ചെറിയൊരു സർപ്രൈസ്. 1 2 3 സ്റ്റാർട്ട്. ഞങ്ങൾ പേടിച്ചു. അപ്പം ഇവിടെ നിൽക്കണ്ട, നമുക്ക് വേറെ വീട്ടിലോട്ട് പോവാം. അപ്പോൾ ഗൈസ് അവിടെ ഇതാ കർട്ടനൊക്കെ നേരെയാക്കുവാണ്. ശിവാനിക്ക് എഴുതിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്തതാണ്. സോ അപ്പോൾ ഗൈസ് ഇതാണ് നമ്മുടെ ബെഡ് ഏരിയ വന്നിട്ട്. നമ്മുടെ ബെഡ്, ശിവാനി, പുതപ്പ്, ആമയുടെ അയച്ചിട്ടേക്ക്. പിന്നെ എൻ്റെ ഈ റൂമിൽ ഞാൻ ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്യുന്ന സ്ഥലം ഏതാണെന്ന് ചോദിച്ചാൽ
എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു നെറ്റ് വന്നിട്ട് ചെറിയൊരു ബോ പോലെയൊക്കെ ചെയ്തിട്ടുണ്ട്. അത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഈ ഒരു ഞാൻ ഈ കർട്ടൻ ചെയ്തിട്ടുണ്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മുടെ ഈ ഷോളില്ലേ, നമ്മുടെ ഇവിടെ കർട്ടൻ ചെയ്യാൻ പറ്റില്ല, അവിടെ ആണി അടിച്ചിട്ടില്ലായിരുന്നു. സോ അപ്പോൾ ഷോള് നമ്മൾ ഗ്ലൂ ഗൺ വെച്ചിട്ട് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് സൈഡിൽ. കാണിച്ചു തരാം. ഗ്ലൂ ഗൺ അപ്പോൾ ഗായ്സ് രണ്ട് വശത്ത് നമ്മൾ ഗ്ലൂ ഗൺ ഒട്ടിച്ചിട്ടുണ്ട്. പിന്നെ നമ്മളിവിടെ ക്യൂട്ട് ബോ വെച്ചിട്ടുണ്ട്. പിന്നെ മുകളിൽ കുറച്ച് സാധനങ്ങളുണ്ട്. അപ്പോൾ കാണിച്ചു തരാം. എന്നിട്ട് ഒരു പഴയൊരു റൂബിക്സ് ക്യൂബ് നമ്മൾ വെച്ചിട്ടുണ്ട്. കണ്ടു, പഴയതാണ്, നമ്മുടെ പഴയതാണ്. പിന്നെ എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ ഒരു ഫോട്ടോ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളിവിടെ ഒരു ഹുക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, അത് പറഞ്ഞു പോയി എന്തോ ഒരു കാരണവശാൽ. മതി മതി മതി. പിന്നെ നമ്മുടെ ഒരു